എല്ലാവർക്കും ബിസ്മാപ്പിയ എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മൊബൈലിൻ്റെ ഗൂഗിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ www.bismapia.com എന്ന് അടിച്ചു കൊടുത്തുകൊണ്ടോ അല്ലാതെ നമുക്ക് സാധാ രീതിയിൽ ബിസ്മാപ്പിയ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ബിസ്മാപ്പിയ എന്ന് ടൈപ്പ് ചെയ്ത് കയറുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. അതിനുശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, അതേപോലെ തന്നെ യൂട്യൂബ്, ഈ 3 പ്ലാറ്റ്ഫോമിലും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ 3 പ്ലാറ്റ്ഫോം വഴിയായിട്ടാണ് നമ്മുടെ മുഴുവൻ വീഡിയോകളും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമുകളിൽ കയറി ആ പ്ലാറ്റ്ഫോമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാമല്ലോ, ബിസ്മാപ്പിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് വരാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിലെത്തുന്ന ഏതൊരാളും ആസ് എ കസ്റ്റമർ വെരിഫിക്കേഷന് വിധേയനായിട്ടാണ് മുമ്പോട്ട് പോവുക. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഏറ്റവും താഴെ ഒരു പെൺകുട്ടിയുടെ ആങ്കറിങ് വീഡിയോയും കാണാം. ഈ 2 രീതിയിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ബിസിനസ്സുകാരെ പരസ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒറിജിനൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ആരും പോസ്റ്ററോ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ 2 ഭാഗങ്ങൾ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റിങ്ങുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ കുറച്ച് ലിസ്റ്റിങ്ങുകൾ കാണാം. ഇതിനകത്ത് ഏറ്റവും ടോപ്പിൽ നമുക്ക് കിലോമീറ്റർ 20 എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി കിടക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും മാറ്റിക്കൊടുത്ത് നമുക്ക് കൂടുതൽ ലിസ്റ്റിങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ലിസ്റ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഈ ഒരു രീതിയിലാണ് കാണുക. അവരുടെ പേരുണ്ടാവും, അവരുടെ ഡീറ്റെയിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. കൂടാതെ അവർക്ക് കോള്, അവർക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവരുടെ പ്രൊഫൈലിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ, വാട്സപ്പിലേക്ക് ഓരോ കസ്റ്റമേഴ്സിനും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ അവർക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ഓപ്ഷനും കൂടി നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലാണോ നമ്മൾ ഇത് നോക്കുന്നയാൾ നിൽക്കുന്നത് അവിടെ നിന്ന് ബിസിനസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം നമുക്ക് കാണാൻ സാധിക്കും, യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ചിട്ട് നമ്മൾ കുറേയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ഇവരുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അത് ഗ്യാലറി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ കണ്ടോ, 2ാമത്തെ ലിസ്റ്റിങ്ങിനകത്ത് ഓപ്ഷൻസ് കുറവേ ഉള്ളൂ, കാരണം അവർ അത്രയും ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി ഏറ്റവും താഴത്തേക്ക് വന്നാൽ അവരുടെ ഗ്യാലറി, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. കയറി വരുന്ന കസ്റ്റമർക്ക് ഗ്യാലറി കണ്ടുകൊണ്ട് അവരുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രൊഫൈൽ ലിസ്റ്റിങ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മുമ്പോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കസ്റ്റമർ ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരാളുടെ പ്രൊഫൈൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതേപോലെ തന്നെ ക്ലിക്കുകളുമാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു ദിവസത്തെയും 7 ദിവസത്തെയും ഓവർവ്യൂ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര പേര് ഓരോ രീതിയിൽ അവരെ വിസിറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി മുമ്പോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലാണ്. അവരുടെ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലാണ് അവിടെ എസ്കലേഷൻ കാണാൻ സാധിക്കുക, അവരുടെ പ്രൊഫൈലും റിവ്യൂസും. ഇനി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് കൊടുക്കാം, അവരുടെ ഇമേജുകൾ കൊടുക്കാം, പ്രൊഫൈൽ, അതുപോലെ ബാനർ ഇമേജ് കൊടുക്കാം, ഗ്യാലറി ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ അവർ ഇൻഫിനിറ്റി നമ്പർ ഓഫ് സർവീസസ് അവർക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. അതേപോലെ വർക്കിംഗ് ഡേയ്സ്, അതിൻ്റെ ഹവറുകൾ കൊടുക്കാൻ സാധിക്കും. അതേപോലെ അവരുടെ സർവീസ് ഏരിയ കൊടുക്കാൻ സാധിക്കും, വെബ്സൈറ്റ്, ഫോൺ നമ്പർ, അതുപോലെ അവരുടെ കാറ്റഗറി. ഇപ്പോൾ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ ഗാർമെൻറ്റ്സ്, അങ്ങനെ ഓരോ കാറ്റഗറി സ്പെസിഫിക് കൊടുക്കാം.
പിന്നെ അതേപോലെ തന്നെ അവരുടെ ബിസിനസ്സിൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിൻകോഡ് ഇതെല്ലാം പിൻകോഡ് തൊട്ട് ലോഞ്ചിറ്റ്യൂഡ് വരെയുള്ളത് ഓട്ടോമാറ്റിക്കലി പിക്കപ്പാണ്. പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ നമുക്കവിടെ കൊടുക്കാൻ സാധിക്കും. ഇനി അവർ അടുത്ത ഓപ്ഷൻ റിവ്യൂ ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇനി ഫീച്ചേർഡ് ഇമേജ് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പോസ്റ്ററോ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളിവിടുന്ന് സപ്പോർട്ട് ചെയ്യും, പുതിയതുണ്ടാക്കി കൊടുക്കും. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഫ്രീ ട്രയലാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇമേജും ഒരു വീഡിയോ ആഡും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് 49 രൂപയ്ക്ക് പോസ്റ്റർ ആഡും 99 രൂപയ്ക്ക് വീഡിയോ ആഡും അവർക്ക് എടുക്കാം. അതേപോലെ തന്നെ ഏറ്റവും താഴെ അതിൻ്റെ ഡീറ്റെയിൽ, എത്ര ലിങ്ക് ക്ലിക്കുകൾ, അതിൻ്റെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. ഇനി ഇത് അവരുടെ ഇപ്പം നിലവിൽ കൊടുക്കുന്ന സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷനകത്തേക്ക് വന്ന ഫ്രീ ട്രയലിനകത്ത് നമ്മളിപ്പം ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ അഡ്രസ്സ് കാണാം, കോൺടാക്റ്റ് നമ്പർ, ഗൂഗിൾ മാപ്പ്, റേറ്റിംഗ് ആൻഡ് റിവ്യൂ, അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലീഡ് ഒഴികെ. ഇതൊക്കെയാണ് ഒരു ബിസിനസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ.